സന്യാസിമാർ ഒടുവിൽ ആശ്രമം വിട്ടുപോയി. പിന്നെ ഞാൻ വീണ്ടും ഒറ്റയ്ക്കായി, എൻ്റെ അമ്മയോടൊപ്പം. എൻ്റെ സുഹൃത്തെ, ലോകമെല്ലാം ഭഗവാന്റെ അധീനതയിലാണ് നീങ്ങുന്നത്. ഭഗവാന്റെ വഴികൾ നമ്മുടെ അനുമാനങ്ങൾക്കപ്പുറമാണ്. ഒരു വൈകുന്നേരം എൻ്റെ അമ്മ പശുവിനെ കറക്കാനായി ഗോശാലയിലേക്ക് നടന്നു. സന്ധ്യാസമയം. വെളിച്ചം വേഗത്തിൽ മങ്ങിക്കൊണ്ടിരുന്നു. വഴിയിൽ ഒളിഞ്ഞുകിടന്നൊരു പാമ്പ് അവരെ കടിച്ചു. അപ്പോൾ തന്നെ അവർ അവിടെ തന്നെ അന്തരിച്ചു. അത്ഭുതകരമെന്ന് പറയട്ടെ, എൻ്റെ ദുഃഖം എന്നെ തകർത്തു കളഞ്ഞില്ല. പകരം എൻ്റെ ഉള്ളിൽ ഒരു ബോധോദയമുണ്ടായി. ഇത് ഭഗവാൻ തന്നെ ക്രമീകരിച്ചതാണ് എന്ന് എനിക്ക് തോന്നി. ആശ്രമം വിട്ട് ഞാൻ വടക്കോട്ട് നടന്നു. ദിവസങ്ങളെ എണ്ണാതെയായിരുന്നു എൻ്റെ സ്വർണ്ണവണ്ണത്തിലും വെള്ളി നിറത്തിലും തിളങ്ങുന്ന പർവ്വതങ്ങൾ ഞാൻ ദർശിച്ചു. തേനീച്ചകളുടെ നിത്യനാദം മുഴങ്ങുന്ന സരോവരങ്ങൾ കടന്നു. തൊണ്ട വരണ്ടുപൊട്ടി. വിശപ്പ് എന്നെ അകത്തുനിന്ന് കുത്തിക്കൊണ്ടിരുന്നു. ഒരു നദീതീരത്തെത്തിയപ്പോൾ ഞാൻ ശരീരം കഴുകി ആഴത്തിൽ വെള്ളം കുടിച്ചു. ജീവൻ വീണ്ടും ശരീരത്തിലേക്ക് മടങ്ങുന്നതുപോലെ അനുഭവിച്ചു. അതിനുശേഷം ഒരു വിശാലമായ അരയാൽ വൃക്ഷത്തിനടിയിലിരുന്നു. മഹർഷിമാർ ഉപദേശിച്ചിരുന്ന ആസനത്തിൽ ഞാൻ ഇരിപ്പുറപ്പിച്ചു. അവർ വിവരണപ്പെടുത്തിയതുപോലെ ഭഗവാന്റെ ദിവ്യരൂപത്തിൽ എൻ്റെ മനസ്സിനെ അചഞ്ചലമായി സ്ഥാപിച്ചു. പതുക്കെ ധ്യാനത്തിൻ്റെ അന്തരാകാശത്തിൽ നാരായണന്റെ രൂപം തെളിഞ്ഞു വരാൻ തുടങ്ങി. ദിവ്യവും പ്രകാശമാനവുമായ രൂപം. അദ്ദേഹത്തെ കണ്ട നിമിഷം എൻ്റെ ശരീരം ആനന്ദത്തിൽ വിറച്ചു. കണ്ണുനീർ തടയാനാകാതെ ഒഴുകി. വാക്കുകളാൽ വർണ്ണിക്കാനാവാത്ത സന്തോഷം എൻ്റെ പൂർണ്ണമായ നിലയെ മൂടിപ്പിടിച്ചു. അടുത്ത ക്ഷണത്തിൽ ആ ദർശനം അപ്രത്യക്ഷമായി. ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്ന പോലെ ആ പ്രകാശം മാഞ്ഞുപോയി.